നമസ്കാരം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 അത്ഭുതകരമായ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ദിവ്യമായ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് ശംഖുപുഷ്പമാണ്, രണ്ടാമത്തേത് താമരയാകുന്നു. ഈ 2 ദിവ്യ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പക്വതയോടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പക്വത കൈവരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പല അവസ്ഥകളിലും പ്രകടമാകും എന്ന കാര്യം ഓർക്കുക. പക്വത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ പോവുകയാണ്. സുരക്ഷിതത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതും അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതുമായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുരക്ഷിതത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണ് എങ്കിൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അല്പം ഭയം നിങ്ങളിലുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭയം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും ഉൾവലിയുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതായത് ലക്ഷ്യത്തോടെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാനും ആ ലക്ഷ്യം നേടുവാനോ അതിൽ അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാൻ പോവുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ കൃത്യമായ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുകയും തന്മൂലം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ചില ഉപദേശങ്ങൾ, വളരെ വിശിഷ്ടമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നന്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നത് നിങ്ങളുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതായ കാര്യമാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഏവരെയും നേർവഴിക്ക് ശരിയായ ഉപദേശങ്ങൾ നൽകി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്വീകാര്യത, മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വളരെ വേഗം കയറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം നിങ്ങളിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ മനസ്സിൽ പലവിധ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഈശ്വരാധീനം ഉള്ളതിനാലാണ് പല അപകടങ്ങളിൽ നിന്നും ഇതിലും രൂക്ഷമായ അവസ്ഥകളിൽ നിന്ന് പോലും നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സഹാനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ കാര്യങ്ങളാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും അസൂയ മൂലം പല വ്യക്തികളും നിങ്ങൾക്കായി ചെയ്യുന്ന ദോഷകരമായ കാര്യങ്ങളെ
ഫലപ്രദമായി പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ ഏൽക്കാതിരിക്കുകയോ ചെയ്യുന്നതാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ആത്മീയപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചില ആഗ്രഹങ്ങൾ നടക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. രോഗശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ആത്മീയപരമായ ഉയർച്ചയിൽ എത്തുവാനും പല അമിതമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കാത്തതായ ചില കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന കാര്യവും ഈ നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പുഷ്പമായ താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ പലർക്കും നിങ്ങളെ വളരെയധികം താല്പര്യമാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ലാത്തവർ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാകുന്നു. സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു. പറ്റിക്കപ്പെടാത്തവരാണ് നിങ്ങൾ. എന്നാൽ പലരും നിങ്ങളെ ചില അവസരങ്ങളിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് പറ്റിക്കപ്പെടുവാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം വ്യക്തികൾ കടന്നു വരികയും അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ആരെയും പൂർണ്ണമായും വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആഗ്രഹങ്ങൾ പലതും ലളിതമാണ്. ചില ആഗ്രഹങ്ങൾ നടക്കുമോ എന്ന കാര്യം നിങ്ങൾക്കും സംശയമുള്ളതാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ പല ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും പല രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരികയും അത് കൈക്കൊള്ളുവാൻ സാധിക്കാത്തതിനാൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുകൾ മാറും. ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും എടുത്തുചാടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങൾ സാമ്പത്തികം മാത്രമാകണം എന്നില്ല. അതിനാൽ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോവുക. മികച്ചതായ രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാധ്യതകൾ, അത് ബിസിനസ് പരമാണ് എങ്കിലും സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, അത് ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏത് കാര്യത്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് ആ കാര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കണം എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതാകുന്നു. എന്നാൽ ആ നഷ്ടപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങൾ തിരികെ പിടിക്കുവാനായി അഥവാ തിരികെ ലഭിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. അല്പം വൈകിയാലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഇപ്പോൾ താൽക്കാലികമായി നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന വിഷമങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതെ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. നഷ്ടപ്പെട്ടതും അതിനിരട്ടിയും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വൈകിയാലും നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ഏകാഗ്രത നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ പല രീതിയിലും ചതിക്കുവാൻ ശ്രമിക്കും എന്ന് മുൻപേ പരാമർശിച്ചിരുന്നു. ആ കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോകുവാൻ
അത് കാരണമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് പോവുക. മനസ്സിന് നന്മയുള്ളവരാണ് നിങ്ങൾ, അത് ഏവരും തിരിച്ചറിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ വ്യക്തമായി പരാമർശിക്കാം. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.